ഹലോ ഗഡികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. രണ്ട് വിഷയവും ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒന്ന് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട്, മറ്റ് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കർണാടകയിലെ ധർമ്മസ്ഥാലയിൽ നടക്കുന്ന കൊലപാതക പരമ്പരകളെ കുറിച്ചും ചെറിയ രണ്ട് കാര്യങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾക്ക് വിഷയത്തിലേക്ക് വരാം. ആദ്യം കർണാടക ധർമ്മസ്ഥാലയിൽ നടക്കുന്നത്. ധർമ്മസ്ഥാല എന്ന് പറഞ്ഞാൽ ചുറ്റും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നേത്രാ നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ശിവക്ഷേത്രമാണ്. അതൊരു കുടുംബത്തിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ധർമ്മസ്ഥല എന്ന് പറഞ്ഞാൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇവിടെ ധർമ്മസ്ഥാലയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ കവാടം കടന്നു കഴിഞ്ഞാൽ നിയമം മറ്റൊന്നാണ്, അതിനിപ്പുറത്തേക്ക് മറ്റൊരു നിയമമാണ്. അതിനകത്തേക്ക് ആ കവാടം കടന്നപ്പുറത്തേക്ക് ഒരു പോലീസോ മറ്റൊരാളും ചോദിക്കാൻ ചെല്ലില്ല എന്നുള്ളൊരു ധൈര്യമാണ് അവരെ, അല്ലെങ്കിൽ അവിടെ നിന്നും ഒരു ശബ്ദം ഉയരില്ല എന്നുള്ള ഒരൊറ്റ ധൈര്യം കൊണ്ടാണ് അവിടെ ഇത്രയും കാലം ഈ കൊലപാതക പരമ്പരകൾ നടന്നിട്ടുള്ളത്. ഇപ്പം എങ്ങനെയാണ് അത് പുറത്തു വന്നത് എന്നുള്ളത് വെച്ചാൽ, അവിടെ ഉണ്ടായിരുന്ന ഒരു ശുചീകരണ തൊഴിലാളി, ഒരു തോട്ടം തൊഴിലാളി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന ശുചീകരണ തൊഴിലാളി, അവസാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ കയ്യിലായിരിക്കില്ല, മേലാളിമാർ ചെയ്തിട്ട് അവർക്ക് കുഴി കുത്താനോ കുഴിച്ചിടാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനം നൊന്തിട്ട് അദ്ദേഹം വെളിപ്പെടുത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ പേരോ കാര്യങ്ങളോ വെളിപ്പെടുത്തിയിട്ടില്ല. വെളിപ്പെടുത്തി കഴിഞ്ഞാലോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിഞ്ഞു കഴിഞ്ഞാലോ ഏത് നിമിഷം അദ്ദേഹം കൊല്ലപ്പെട്ടേക്കാം, തെളിവുകൾ നശിപ്പിച്ചേക്കാം. അദ്ദേഹം പറയുമ്പോൾ അവിടെ നിന്നും അസ്ഥിക്കൂടം വരെ എടുത്ത് തെളിവ് സഹിതം കാണിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും വേണ്ട, അരിയാഹാരം കഴിക്കുന്നവർക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ധർമ്മശാലയിൽ പോകുന്ന ഒരുപാട് സ്ത്രീകൾ വർഷങ്ങളായിട്ട് മിസ്സിംഗ് ആണ്. അവിടെ ധർമ്മശാലയിൽ ഭൂമിയുള്ള ഒരു കണ്ണൂർ സ്വദേശിയുടെ മരണവും ഇതുമായി ഇപ്പോൾ ചർച്ചയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അവിടെ ഭൂമി ഉണ്ടായിരുന്നു. കണ്ണൂർ സ്വദേശിയായ ജോയി എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയാണ് മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ, സൂപ്പർവൈസേഴ്സ് പറയാണ് ഇത് കൊണ്ട് കുഴിച്ചിടുക. ആരാണ് കൊല ചെയ്തത് എന്നുള്ളത് ഇതുവരെ പുറത്തില്ല. പതിവ് മാറി ഒരു സംഭവം വന്നിട്ടുണ്ട്. ഈ സംഘികളിൽ നിന്ന് എന്നും വരുന്ന ഒരു വാർത്ത. ഇത് വിശ്വസിക്കുന്ന അന്തം സംഘികളെ നിങ്ങളും ഓർത്തിരിക്കുക. നമ്മൾ ഒരിക്കലും ഒരു കൊലപാതകങ്ങളെയും ന്യായീകരിക്കാൻ പാടില്ല എന്നുള്ളൊരൊറ്റ കാര്യം മനസ്സിലാക്കാം. അത് ഏത് മതസ്ഥര് ചെയ്താലും. ഇപ്പോൾ നമ്മൾക്കറിയാം, സിസ്റ്റർ അഭയ കേസൊക്കെ നമ്മൾക്കറിയാം, നക്സൽ വർഗീസ്, അത് മതവുമായി ബന്ധപ്പെട്ടിട്ടല്ല, അതും വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്നില്ലേ. അപ്പം എന്താണ് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കാലങ്ങളായി ധർമ്മസ്ഥാലയിൽ പോകുന്ന ആൾക്കാരുടെ മിസ്സിങ്ങും പരാതികളും ഉയർന്നിട്ട് 2014 വരെ ധർമ്മസ്ഥാലയിൽ പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷമാണ് അവിടെ പോലീസ് വന്നത്. അവിടുത്തെ ചെറുകിട കടക്കാർ, അവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന എല്ലാവരും ധർമ്മശാലയുടെ കീഴിലാണ്. അവിടെ നിന്നും ഒരാൾ ഒരു ശബ്ദിച്ചാൽ അവൻ നാളത്തെ പകൽ വെളിച്ചം കാണില്ല എന്നുള്ളത് കൊണ്ട് ഒരുത്തനും ശബ്ദിക്കില്ല എന്നുള്ള ഒറ്റ ധൈര്യത്തോടു കൂടിയാണ് ഇക്കണ്ട കാലം അത്രയും ഈ കൊലപാതക പരമ്പരകൾ അരങ്ങേറിയിരുന്നത്. അതെന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നാളായി ഒരുപാട് പെൺകുട്ടികളും മറ്റുള്ളവർ മിസ്സിംഗ് ആയിട്ടും, പിന്നെ അവരുടെ സ്ഥലം അത്ര അടുത്തല്ലാത്തതുകൊണ്ടും കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്തതും കൊണ്ട് ആണ് അവർ ഈ കേസ് മുന്നോട്ട് പോകാത്തത്. ഇപ്പം ഒരാൾ സീൽ വെച്ച കവറിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നടക്കുകയും അത് കോടതി ഉത്തരവിടുകയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അന്വേഷണം തക്കതായ ശരിയായ രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം പതിവുമാരി വന്നിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ. അതായത് ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത സംസ്ഥാനം ഏതാണ്? കേരളം. അപ്പോൾ പതിവുമാരി രണ്ട് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഒന്ന്, കേരളമാണ് ഇതിൻ്റെ പുറകിൽ. കേരളത്തിൽ ആരെങ്കിലും ആണോ പരാതി കൊടുത്തത്? കേരളത്തിൽ നിന്ന് ആരെങ്കിലും പോയിട്ടാണോ ഈ പരാതി കൊടുത്തത്? അടുത്തൊരു പേരും വന്നിട്ടുണ്ട്. സ്ഥിരം അവർ പറയുന്ന ഒരു സ്ഥിരം പരിപാടിയാണ്. പാകിസ്ഥാനിൽ ഇപ്പോൾ നീയൊന്നും ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശപ്പെട്ടതല്ല. അതേമാതിരി സ്ഥിരം വന്നിട്ടുണ്ട് മുസ്ലിങ്ങളാണ് ഇതിന് പുറകിൽ, ഒരു മുസ്ലിമിൻ്റെ കടുത്ത കരങ്ങളാണ് എന്നൊക്കെയാണ് പുറത്ത് വന്നിട്ടുള്ളത്. പതിവുമാരി ഈ അന്തം സംഘികൾ ഇത് വിശ്വസിക്കുകയും ചെയ്യും. അന്തം കമ്മികൾ എന്ന് പറയാം. പക്ഷേ രണ്ടും കണക്കന്നെ. അന്തം സംഘികൾ ഇത് വിശ്വസിക്കുകയും ചെയ്യും. കാരണം എന്താണെന്നറിയാം, അവർക്ക് ഒരു മുസ്ലിം പേര് കേട്ടാൽ മതി. ഇപ്പോൾ കാന്തപുരം മറ്റേ യമനിൽ അതുവരെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി വാദിച്ചവർ കാന്തപുരം രക്ഷിച്ചു എന്ന് പറയുമ്പോൾ നിമിഷപ്രിയനെ കൊല്ലണം എന്നുള്ള ഇതിലേക്ക് എത്തി കുറേ ആൾക്കാർ. എന്തൊരു ഗതികേടാണല്ലേ ഇവരുടെ ഈ മാറ്റങ്ങൾ. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മനഃശാന്തിക്ക് വേണ്ടിയിട്ട് ഒരു
ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാൽ അവർ അറിയുന്നില്ല ഇത് എന്നേക്കുമായിട്ടുള്ള അവരുടെ സമാധിയായി മാറും എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഒരു നിരീക്ഷകരും വന്ന് സംസാരിക്കുന്നത് കണ്ടില്ല. എന്താ നിരീക്ഷകർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഉണ്ടാകില്ല. നിമിഷപ്രിയയുടെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇതായിപ്പോയി. മൂപ്പർക്ക് പെട്ടെന്ന് യമൻ സ്നേഹം വന്നു. ആരാണ് പറയുന്നതെന്ന് അറിയാലോ, നമ്മുടെ വാന നിരീക്ഷകൻ, എല്ലാത്തിൻ്റെയും നിരീക്ഷകനായ അദ്ദേഹത്തിന് പെട്ടെന്ന് നിമിഷപ്രിയ വേണ്ട, അദ്ദേഹത്തിന് പെട്ടെന്ന് യമൻ സ്നേഹം വന്നു. അദ്ദേഹത്തിൻ്റെ യമൻ സ്നേഹം അല്ല, സ്നേഹം എന്താണെന്നുള്ള അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് അറിയാം. എന്തുകൊണ്ട് അദ്ദേഹം ധർമ്മശാലയെക്കുറിച്ച് ഇതുവരെ മിണ്ടിയിട്ടില്ല, വായ് കമ്മ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. പലവരും കർണാടകയിൽ പോയിട്ടുള്ള പലവരും, ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ മറ്റു ജില്ലകളിൽ നിന്ന് വരുമ്പോൾ അവർ പറയും എനിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകണം, ത്രിപുര ക്ഷേത്രത്തിൽ പോകണം. അങ്ങനെ ഇപ്പോൾ അടുത്ത് ലാസ്റ്റ് വന്നത് എൻ്റെ ഒരു കണ്ണൂരിൽ നിന്നുള്ള ഫ്രണ്ട് വന്നു, അവർക്ക് തൃശ്ശൂർ വടക്കുന്നാഥൻ, അവനത് കാണും, തൃശ്ശൂർ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൽ പോകണം. അപ്പോൾ ഇതേമാതിരി കർണാടകയിൽ ധർമ്മശാലയിൽ പോകണം എന്ന് പറയുമ്പോൾ അവിടെയുള്ള സുഹൃത്തുക്കൾ വിലക്കും എന്നാണ് പറയുന്നത്. നീ എന്തിനാ അവിടെ പോകണം? അപ്പോൾ അവിടെ ഉള്ളവർക്കുണ്ടല്ലോ, അതുകൊണ്ടാണ് കുറച്ചും കൂടെ ദൂരം പുറം സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലും കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന് പുറകിൽ മുസ്ലിം ആണ് കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഈ ശുചീകരണ തൊഴിലാളി എന്തായാലും മുസ്ലിം അല്ല, ധർമ്മശാലയിൽ മുസ്ലിം ജോലിക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ എന്തായാലും നക്സൽവാദം മറ്റേ ഇതൊക്കെ തെളിഞ്ഞ മാതിരി എന്നും സത്യം അധികം കാലം മറച്ചു വയ്ക്കാനൊന്നും കഴിയില്ല. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ആരും ഇതുവരെ ആ സംഭവത്തിനെ കുറിച്ച് സംസാരിച്ചും കണ്ടില്ല. ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തൽ വന്നിട്ട് 1993 മുതൽ 2014 കാലഘട്ടം വരെ ആണെന്ന് തോന്നുന്നു. ചെറിയ വ്യത്യാസം വന്നേക്കാം ഞാൻ കേട്ടതിൻ്റെ. അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കണക്കാണ് 400 എന്നുള്ളത്. 400ഓളം ആൾക്കാരവിടെ കൊല്ലപ്പെട്ടു എന്നുള്ളത്. അദ്ദേഹത്തിന് മുൻപും പ്രധാന പോയിന്റാണ് കേട്ടോ. അദ്ദേഹം അവിടെ വരുന്നതിന് മുൻപും എത്രയോ കൊലകൾ അവിടെ നടന്നിട്ടുണ്ടാവും. 2014 അദ്ദേഹം പോകുന്നതിന് ശേഷവും എത്ര കൊലപാതകങ്ങൾ അവിടെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ കണക്ക് അദ്ദേഹം പറഞ്ഞ കണക്കൊന്നല്ല, ധർമ്മശാലയിലെ കൊലപാതക പരമ്പരകളുടെ കണക്ക് ഇനിയും ഒരുപാട് ഉണ്ടാകും. സത്യസന്ധമായ അന്വേഷണങ്ങൾ നടക്കട്ടെ, കൊലപാതകങ്ങൾ പുറത്തു വരട്ടെ എന്നാണ് പറയാനുള്ളത്. അടുത്തൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിലെ വിഷയമാണ്. അതായത് അവിടെ നിന്ന് കന്യാസ്ത്രീകൾ 3 അവിടുത്തെ ഗ്രാമത്തിലുള്ള പെൺകുട്ടികളുമായി പോകുമ്പോൾ അവിടെയുള്ള ബജരംഗകൾ പ്രവർത്തകർ അവരെ തടഞ്ഞു വയ്ക്കുകയും അവരെ കയ്യേറ്റം ചെയ്യുകയും മോന്തടിച്ച് പൊളിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്നല്ല അവിടെ ഈ സംഭവങ്ങൾ നടക്കുന്നത്. അവിടെ കന്യാസ്ത്രീകൾക്ക് മേലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ, കേരളം ഒഴികെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ഒഴികെ മറ്റു സംസ്ഥാനങ്ങളിൽ സ്ഥിരം നടക്കുന്ന ഒരു സംഭവമാണ്. കേരളത്തിലെ ക്രിസ്സംഖികൾ അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. അവിടെ ഇതുമാതിരിയുള്ള കന്യാസ്ത്രീകൾക്ക് മേലുള്ള, നമ്മൾക്കറിയാം മറ്റേ മണിപ്പൂരിലെ കേസൊക്കെ അറിയാം, ഇതൊന്നും അറിയാണ്ടല്ല. കന്യാസ്ത്രീകൾക്ക് മേലുള്ള ആക്രമണങ്ങൾ ഒരുപാട് കാലങ്ങളായി നടക്കുന്നു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, മദർ തെരേസ ഇന്നായിരുന്നെങ്കിൽ അവർ എങ്ങനെയായിരിക്കും അവരുടെ പ്രവർത്തനം? ഒരുപാട്, അതായത് നമ്മൾക്ക് പറയാൻ വാക്കുകളില്ല. അവർ ചെയ്തു വെച്ച പ്രവർത്തികൾ, ജീവകാരുണ്യ പ്രവർത്തികൾ ഇല്ലേ, ഇന്നാണെങ്കിൽ അവർക്ക് ആ ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത്, ഈ കന്യാസ്ത്രീകളോടൊപ്പം പിടിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവരെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ സ്ത്രീകൾ അബോധാവസ്ഥയിലായിരുന്നോ? അവരെ ബോധം കെടുത്തി കടത്തിക്കൊണ്ട് പോകുകയായിരുന്നോ? അല്ലല്ലോ, അവർക്ക് ബോധമുണ്ട്, അവരുടെ സമ്മതത്തോടു കൂടിയല്ലേ. ജീവിക്കാൻ ആഹാരത്തിനും വകയില്ലാതെയാണ് പലവരും പോണത്. നിങ്ങളെ കൊടുക്കില്ല, എന്നാൽ ആരെങ്കിലും ഒരു ആഹാരം കൊടുക്കാം, വസ്ത്രങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൂടെ പോട്ടെ. അവിടെ മതം നോക്കല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കും. ഈ മദർ തെരേസ ചെയ്ത സഹായങ്ങളൊന്നും ഒരു ആൾക്കാരും ചെയ്തിട്ടില്ല. ഇപ്പോൾ ധർമ്മശാലയിൽ തന്നെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയുള്ള ആൾക്കാരെ അവരുടെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടെയുള്ള സഹായങ്ങളൊക്കെ. അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല കാര്യങ്ങൾ. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ അങ്ങനെയല്ല. മദർ തെരേസ ചെയ്തതും ഇവിടെ ചെയ്യുന്നതും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളല്ല. ഇതൊക്കെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിക്കാനൊരു കഴിവുണ്ടാവണം. ഇത് ഈ ഭാര്യ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു സംഘടനകൾ ഒരു ഗ്രാമത്തിലേക്ക് ചെന്ന് അവരുടെ മരുന്നും ആഹാരവും വസ്ത്രവും ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ അവരെ പോയിട്ട് അടിക്കുക, ഉപദ്രവിക്കുക, അവരാണ് ചോദ്യം ചെയ്യുന്നത്, പോലീസല്ല. ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. നമ്മുടെ നാടിൻ്റെ ഒരു പോക്കേ, വ്യവസ്ഥ അത്രയും വളരെ മോശം അവസ്ഥയിലാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്ത ബജരംഗദൾ പ്രവർത്തകരാണെന്ന് പറയുമ്പോൾ എത്രയോ മോശമാണ് നമ്മുടെ നാട്ടിലെ ഭരണവും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ലജ്ജ തോന്നുന്നു. കേരളം സ്വർഗമാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ. ഇതാണ് ഈ 2 വിഷയത്തെക്കുറിച്ചും എനിക്ക് സംസാരിക്കാനുള്ളത് കേട്ടോ.
അപ്പൊ എനിക്ക് പറയാനുള്ള അവസാനമായിട്ട് ഒന്നുകൂടെ പറയാം, നമ്മൾ ന്യായീകരിക്കുമ്പോൾ നമ്മൾ മതം നോക്കരുത്. എന്ത് തെറ്റ് ചെയ്താലും അതാണ് നമ്മൾക്ക് തന്നിട്ടുള്ള തലച്ചോറും നട്ടലും നമ്മളുടെ ശക്തിയും. അതൊരിക്കലും ഒരു മതത്തിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ അടിയറോ പറയാനുള്ളതല്ല. ചോദ്യം ചെയ്യപ്പെടേണ്ടത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതല്ലാതെ വന്നിട്ട് നമ്മൾക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ രണ്ടുപേരും എഴുതാൻ ന്യായീകരിക്കലല്ല. ന്യായീകരണ തൊഴിലാളി ആവരുത്, നമ്മുടെ തലച്ചോറ് മറ്റൊരുത്തരുടെ കയ്യിലാവരുത് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും നിങ്ങളുടെ സ്വന്തം കാക്കു. ബായ്.